കോൺഗ്രസും വിമതരും തമ്മിൽ പോരാട്ടം നടക്കുന്ന കോഴിക്കോട് ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലെ ആക്രമണം. വോട്ട് ചെയ്യാനെത്തിയവരുടെ വാഹനങ്ങൾക്ക് നേരെ രണ്ടിടങ്ങളിൽ കല്ലേറുണ്ടായി. പോർവിളികളുമായി ഇരുപക്ഷവും മുഖാമുഖം നിൽക്കുകയാണ്. വിവരങ്ങളുമായി ബെൻസൺ ബാബുവാണ് ചേരുന്നത്. ബെൻസൺ, സംഘർഷ സാധ്യതയ്ക്ക് അയവ് വന്നിട്ടുണ്ടോ? എന്താണ് നിലവിലെ അവസ്ഥ? ലാൽകൃഷ്ണ സൂചിപ്പിച്ചതുപോലെ ഔദ്യോഗിക കോൺഗ്രസ് വിഭാഗവും വിമതരും തമ്മിലുള്ള പോരാട്ടത്തിലൂടെയാണ് ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ തിരഞ്ഞെടുപ്പ് ഏറെ പ്രസക്തമാകുന്നത്. ഇന്നിപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സ്കൂളിന് മുൻപിൽ വലിയ സംഘർഷാവസ്ഥയാണ് നിലനിൽക്കുന്നത്. വിമത വിഭാഗവും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള കയ്യാങ്കളിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിമത വിഭാഗത്തിനൊപ്പം CPM കൂടി ചേർന്നതോടുകൂടി വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടന്നു. ഈ ബാങ്കിൽ തിരഞ്ഞെടുപ്പിനിടയിൽ കള്ളവോട്ട് രേഖപ്പെടുത്തിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ കോൺഗ്രസ് പ്രവർത്തകരും CPM പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അതോടൊപ്പം തന്നെ ഈ ബാങ്കിനുള്ളിലേക്ക് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സ്കൂളിനകത്തേക്ക് പ്രവേശിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ പാർട്ടി പ്രവർത്തകർ എത്തുകയും അത് പോലീസും പാർട്ടി പ്രവർത്തകരും തമ്മിലുള്ള വാക്കേറ്റമായി മാറുകയും ചെയ്യുന്നു. നിലവിൽ ഇപ്പോൾ ഈ സ്കൂളിന് പുറത്തായി ഇരു വിഭാഗങ്ങളും, അതായത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു ഭാഗത്തും അതോടൊപ്പം തന്നെ വിമതരും CPIM ചേർന്ന വിഭാഗം മറുഭാഗത്തും നിന്നുകൊണ്ട് വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ അതോടൊപ്പം തന്നെ MLA T സിദ്ദിഖ് അടക്കമുള്ള ആളുകൾ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിരുന്നു. നിലവിൽ ഇപ്പോഴും അവരിവിടെ തുടരുന്നുണ്ട്. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നതിനാൽ തന്നെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹവും ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. 11-അംഗ ബാങ്ക് ഭരണസമിതിയിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ 31 ആളുകളാണ് ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ ചേവായൂർ ബാങ്ക് സംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിൽ 11 പേർ വീതം, കോൺഗ്രസിന്റെ 11 സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ ചേവായൂർ ബാങ്ക് സംരക്ഷണ സമിതി, അതായത് വിമത ഗ്രൂപ്പും കോൺഗ്രസിന്റെ വിമത ഗ്രൂപ്പും അതോടൊപ്പം CPM കൂടി ചേർന്ന അവർ 11 പേരും മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ BJPയുടെ 8 പേരും ഒരു സ്വതന്ത്രമടക്കം 31 ആളുകളാണ് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇതിനിടയിൽ ഈ കള്ളവോട്ടുകൾ രേഖപ്പെടുത്തിയെന്ന ആരോപണം വോട്ടെടുപ്പ് തുടങ്ങിയ 8 മണി മുതലാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. ആദ്യഘട്ടം മുതൽക്കേ തന്നെ ഇത്തരത്തിൽ കള്ളവോട്ട് ആരോപണം ഉയർന്നു വന്നിരുന്നു. നിരവധി ആളുകൾ കള്ളവോട്ട് ചെയ്തു എന്നാരോപിച്ചുകൊണ്ട് തങ്ങളുടെ വോട്ട് കള്ളവോട്ടായി രേഖപ്പെടുത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് പുറത്തെത്തുകയും അതും ആദ്യഘട്ടത്തിൽ സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ വോട്ടെടുപ്പിനായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ച ആളുകളെ എത്തിക്കുന്ന വാഹനങ്ങൾക്ക് നേരെയും കല്ലേറുണ്ടായി എന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു. അത്തരത്തിൽ വിമത ഗ്രൂപ്പാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രശ്നങ്ങൾ, കോൺഗ്രസിന്റെ വിമത ഗ്രൂപ്പാണ് ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോൾ, എന്നാൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് വിമത ഗ്രൂപ്പും CPIM ആരോപിക്കുന്നു. നിലവിൽ 8 മണി മുതൽ 4 മണി വരെയാണ് ഈ തിരഞ്ഞെടുപ്പ് ഉള്ളത്. അതിനുശേഷമായിരിക്കും വോട്ടെണ്ണൽ ഉണ്ടാവുക. ഇന്ന് തന്നെ ഈ ബാങ്ക് ഭരണസമിതിയുടെ കാലാവധി ഇന്ന് അവസാനിക്കും. അതിനാൽ നാളെ തന്നെ പുതിയ ബാങ്ക് ഭരണസമിതിക്ക് സ്ഥാനമേൽക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഇന്ന് തന്നെ ഈ തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. നിലവിലിപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഇവിടെ തുടരുകയാണ്. ഇത്തരമൊരു സംഘർഷം അവിടെ നിലനിൽക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമാധാനപൂർവ്വമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തോന്നുന്നു. നിലവിലെ സാഹചര്യത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. വലിയ പോലീസ് സന്നാഹവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഒരു സമാധാനപരമായി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനാകുമോ എന്ന കാര്യത്തിൽ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട KPCC പ്രസിഡന്റ് K സുധാകരന്റെ ഒരു പ്രസ്താവന അത് വലിയ വിവാദമാവുകയായിരുന്നു. വിമതരായി നിൽക്കുന്ന ആളുകൾ ഇത്തരത്തിൽ പ്രസ്ഥാനത്തെ തള്ളിപ്പറയാനോ എതിരെ നിന്ന് കഴിഞ്ഞാൽ അവരെ ആ രീതിയിൽ നേരിടുമെന്ന പ്രസ്താവന KPCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതടക്കം വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വലിയ വിവാദങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇന്ന് തിരഞ്ഞെടുപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പ് ദിവസം ഇത്രത്തോളം വലിയ രീതിയിലുള്ള സംഘർഷം, പരസ്പരമുള്ള വെല്ലുവിളികൾ ഇവിടെ ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സ്കൂളിന് മുൻപിൽ നടക്കുകയാണ്. ഏകദേശം 32,000-ലധികം മെമ്പർമാരാണ് ഈ ബാങ്കിലുള്ളത്. അതിൽ 15,000-ഓളം വരുന്ന ആളുകൾ ഇന്ന് പോൾ ചെയ്യാൻ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇരു വിഭാഗവും ഉള്ളത്. ആ രീതിയിൽ പോളിംഗിനായി നിരവധി ആളുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അതിൽ പല ആളുകളെയും അകത്തേക്ക് കയറ്റാൻ സമ്മതിക്കാതെയും അല്ലെങ്കിൽ അവരുടെ വോട്ടുകൾ കള്ളവോട്ടായി രേഖപ്പെടുത്തിയത് എന്നിങ്ങനെ തരത്തിലുള്ള ആരോപണങ്ങളാണ് പല രൂപത്തിലായി ഉയർന്നു വരുന്നത്. അതിൽ പ്രതിഷേധവും പലവിധത്തിലുള്ള സംഘർഷങ്ങളുമാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ സമാധാനപരമായി ഈ തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനായിട്ടാണ്
വേണ്ടിയിട്ടാണ് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹത്തെ അടക്കം ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്. എന്നാൽ അത് ഏത് രീതിയിൽ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നതിനെ പറ്റി ഒരു സംശയം തന്നെ നിലനിൽക്കുകയാണ്. പോളിംഗ് തുടങ്ങിയ 8 മണി മുതലാണ് പോളിംഗ് ആരംഭിച്ചത്. ആ 8 മണി മുതൽക്കേ തന്നെ ഈ പോളിംഗ് നടക്കുന്ന സ്കൂളിനകത്തും അതോടൊപ്പം തന്നെ സ്കൂളിന് പുറത്ത് ഈ റോഡിലും വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായിരുന്നു. നിലവിലിപ്പോഴും റോഡിന്റെ വിവിധ ഭാഗങ്ങളിലായി സംഘം ചേർന്ന് നിന്നുകൊണ്ട് ഈ ആളുകൾ പ്രവർത്തകർ പരസ്പരം പോരടിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഇവരെ ഈ പിടിച്ചു മാറ്റാനായി എത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും പ്രവർത്തകർ CPM പ്രവർത്തകരും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും പോലീസിനെതിരെയും ഇത്തരത്തിൽ മുദ്രാവാക്യം മുഴക്കുകയും പോലീസിനെതിരെയും കയ്യാങ്കളിയിലേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോഴും ഈ സംഘർഷാവസ്ഥയ്ക്ക് യാതൊരു വിധത്തിലുള്ള ഒരു അയവും വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലാൽകൃഷ്ണ, ചേവായൂരിൽ സംഘർഷം തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ് ബെൻസൺ ബാബു അറിയിക്കുന്നത്. ബെൻസൺ, കൂടുതൽ പോലീസ് എത്തി നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ, അതോ മറ്റെന്തെങ്കിലും പോംവഴി കാണുന്നുണ്ടോ? നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ വലിയ രീതിയിൽ, അതായത് സംഘർഷമുണ്ടാകുമെന്ന തന്നെ ഇന്നലെ മുതൽക്കേ തന്നെ അല്ലെങ്കിൽ ആദ്യഘട്ടം മുതൽക്കേ തന്നെ അത്തരത്തിലൊരു അറിയിപ്പുണ്ടായിരുന്നതിനാൽ തന്നെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം രാവിലെ മുതൽക്കേ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് തിരഞ്ഞെടുപ്പ് ആരംഭിച്ച 8 മണി മുതൽക്കേ തന്നെ ഇത്തരത്തിൽ വിവിധയിടങ്ങളിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് വലിയ രീതിയിൽ പോലീസിന്റെ വിന്യാസം ഇവിടേക്ക് ഉണ്ടായിരുന്നു. നിലവിൽ കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ വിമതരും വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. ഇപ്പോൾ DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. ചേവായൂരിലെ ബാങ്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് നിലവിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ജനപ്രതിനിധികളടക്കമുള്ളവർ സ്ഥലത്തെത്തിയെങ്കിലും പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം പൂർണ്ണമായി ഫലവത്തായിട്ടില്ല. പോലീസ് സംഘർഷ സാധ്യതകളെ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബെൻസനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ.